യെസ്, അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് സീറോ അവർ ആദ്യം കടക്കുന്നത്. ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ വൈകുന്നേരം 6 മണിക്ക് പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കുകയാണ്. കൊട്ടിക്കലാശം ഉൾപ്പെടെയുള്ള സമാപന പരിപാടികളിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ക്രമസമാധാനവും പാലിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. യെസ്, മോസിന അസുലേക്കാണ് ആദ്യം വിവരങ്ങൾക്കായി പോകുന്നത്. മോസിന, അങ്ങനെ കൊണ്ടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം എറണാകുളം അടക്കം എല്ലാ ജില്ലകളിലും വളരെ സജീവമായി തന്നെ പ്രചാരണം പുരോഗമിക്കുന്നതും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോരും വിവിധ വിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ട് കഴിഞ്ഞ ഒരു പ്രചാരണ കാലഘട്ടം കൂടിയാണ് അവസാനിക്കാൻ പോകുന്നത്. സമാപനത്തിലേക്ക് കടക്കുമ്പോൾ മുന്നണികളൊക്കെ വലിയ ആത്മവിശ്വാസത്തിലേക്കും അതിനപ്പുറത്തേക്ക് എല്ലാ തരത്തിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം സമ്പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നൊരു വിശ്വാസം മുന്നണികൾക്കുണ്ടോ? ജിൽസി, അത്തരത്തിലൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 3 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്താണെങ്കിലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അവസാന ദിവസമാണ് പ്രചാരണത്തിന്. ഇന്ന് സമയപരിധിക്കുള്ളിൽ തന്നെ പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ട് രാവിലെ മുതൽ പ്രധാനമായും ഇന്ന് ഞായറാഴ്ചയാണ് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിവിധ മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ ഓരോ ഇടത്തും വലിയ രീതിയിൽ പ്രചരണത്തിന് മുന്നിട്ടിറങ്ങിയത്. പലയിടങ്ങളിലും കുർബാന കഴിഞ്ഞിറങ്ങുന്ന ആളുകളെ പരമാവധി ക്യാൻവാസ് ചെയ്ത് ഒരുപാട് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒരു വഴിക്ക് നടന്നു. അതുപോലെ തന്നെ മറ്റിടങ്ങളിലും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും വോട്ടുപിടുത്തം വലിയ രീതിയിൽ നടന്നത്. ഉച്ച കഴിയുന്നതോടുകൂടി വലിയ രീതിയിൽ അതൊരു ഗ്യാതറിങ്ങിന്റെ സ്വഭാവത്തിലേക്ക് മാറും. അതായത് ചില ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു ഗ്യാതറിംഗ് ആയിരിക്കും. നമുക്കറിയാം, കൊട്ടിക്കലാശത്തിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന ഒരു രംഗത്തിലേക്ക് ഉച്ച കഴിയുന്നതോടുകൂടി അത് കളർഫുള്ളായി മാറും. എറണാകുളത്തെ സംബന്ധിച്ച് മന്ത്രി പി രാജീവാണ് വൈകിട്ട് 5:05 കങ്ങരപ്പടിയിൽ എത്തുന്നുണ്ട്. അത്തരത്തിൽ LDFന്റെ വലിയ രീതിയിൽ വർണ്ണശബളമായ രീതിയിലുള്ളൊരു കൊട്ടിക്കലാശമായിരിക്കും അവിടെ നടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ UDFന്റെ ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പലയിടത്തും ഉണ്ട്. അവരും ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് ഒത്തുകൂടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, എറണാകുളം ജില്ലാ പഞ്ചായത്ത് UDFനാണ് മേൽക്കൈ. അതുകൊണ്ട് തന്നെ ഇത്തവണയും ജില്ലാ പഞ്ചായത്ത് പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. വലിയ രീതിയിലുള്ള ആഞ്ഞുപിടിച്ച ശ്രമങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഈ കടമക്കുടി ഉൾപ്പെടെയുള്ള ചില ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളില്ലാതെ അത് പത്രിക തള്ളിപ്പോയൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ആലങ്ങാട് ഡിവിഷനിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തൊരു സാഹചര്യം UDFനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അതൊന്നും പ്രശ്നമല്ല. ഈ തരത്തിൽ ജില്ലാ പഞ്ചായത്ത് നിലനിർത്തുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത് കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, നിലവിൽ LDF ആണ് അവിടെ ഭരിക്കുന്നത്. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ തന്നെയാണ് LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന. അത്തരത്തിലുള്ള വലിയ പ്രചാരണങ്ങൾ, അതായത് അവർ വികസന കാഴ്ചപ്പാടുകളൊക്കെ തന്നെ കൂടുതൽ മുന്നോട്ട് വെക്കുന്നു. നിലവിലുള്ള വികസനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രചാരണം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത്. മേയർ M. അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് വലിയ രീതിയിൽ ഒരു വിഭാഗം പ്രചാരണം സജീവമാക്കിയത്. ഇന്ന് പോലും മേയർ ബ്രഹ്മപുരത്തെ ആ വികസന കാഴ്ചകളൊക്കെ കാണിച്ചു. അതായത് വലിയ തീപിടുത്തമുണ്ടായി, എന്നാൽ ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ എല്ലാം ഉഷാറാക്കി കൊണ്ടിരിക്കുന്നു എന്നുള്ള അവസാന നിമിഷത്തിൽ പോലും അത്തരത്തിലുള്ള വികസന കാഴ്ചകളൊക്കെ നാട്ടുകാരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ സജീവമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ചുള്ളത്. UDFന് ഒരു അഭിമാന പോരാട്ടമാണ് ഇക്കുറി കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ച്. കാരണം നിലവിൽ നേരത്തെ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് UDFന് കോർപ്പറേഷൻ നഷ്ടമായത്. ഇക്കുറി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം അവരെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ UDFനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസിൽ 9 വിമത സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിൽ മാത്രം ഇത്തരത്തിൽ മത്സരരംഗത്തിൽ. അതിൽ പലരും നേരത്തെയുള്ള കൗൺസിലർമാരാണ് എന്നുള്ളത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ആകുമ്പോൾ എന്നൊരു ചെറിയൊരു പേടി UDFനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് കൂടുതൽ കരുത്തുറ്റ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയാണ് വിവിധ വാർഡുകളിൽ മത്സര രംഗത്ത് നിർത്തിയിട്ടുള്ളത്. മാത്രമല്ല വിമതർക്കൊക്കെ തന്നെ അവർക്കൊക്കെ തന്നെ എതിരെ നടപടിയൊക്കെ തന്നെ എടുത്ത് അതൊന്നും ഗൗനിക്കാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്ത് വില കൊടുത്തും UDF ഭരണത്തിലേറണമെന്നുള്ളൊരു നിശ്ചയത്തോടു കൂടി
തന്നെയാണ്. നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇതൊക്കെ തന്നെയാണ് ഇതിനുള്ള മേൽനോട്ട ചുമതല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം UDF ആരംഭിച്ചിരുന്നു. അതിന്റെ ഒരു റിസൾട്ട് ഈ ഇലക്ഷൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് UDF. NDA സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് ഒരു തരത്തിലും കയറിപ്പറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കുറി നിലവിൽ അവർക്ക് അല്പമെങ്കിലും സ്വാധീനമുള്ളത് കൊച്ചിൻ കോർപ്പറേഷനാണ്. നിലവിൽ 5 സീറ്റുകൾ അവർക്കുണ്ട്. അത്തരത്തിൽ 5 അതിലധികമോ സീറ്റുകൾ നേടാനുള്ള ഒരു ശ്രമം NDAയുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അവർക്കും അവിടെ ചെറിയ കല്ലുകടി ഉള്ളത് BJPയുടെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ ശ്യാമള എസ് പ്രഭു ഉൾപ്പെടെ ഇത്തരത്തിൽ വിമതിയായ രംഗത്തുള്ളത് NDAക്ക് അല്പം തിരിച്ചടിയാണ്.